ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മെൻ്റൽ ബ്ലോക്കിനെ കുറിച്ച് പറയാനാണ്. മെൻ്റൽ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നമുക്ക് ഒരു ഉയർച്ച എന്തിലാണെങ്കിലും നമുക്കൊരു ഉയർച്ച ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മുടെ മെൻ്റൽ ബ്ലോക്കാണ്. ഇപ്പോൾ പണമാണെങ്കിലും റിലേഷൻഷിപ്പാണെങ്കിലും ഈ ലൈഫിൽ എന്താണെങ്കിലും അതിനൊരു നല്ലതായിട്ടല്ല വരുന്നതെങ്കിൽ അതിന് കാരണം മെൻ്റൽ ബ്ലോക്കാണ്. ഇപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ എന്നും അടിയും പിടിയും ബഹളമൊക്കെ ആണെങ്കിൽ അതിന് കാരണം മെൻ്റൽ ബ്ലോക്കാണ്. അതായത് നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ കേട്ട് വളർന്ന് കണ്ട് അറിഞ്ഞ കാര്യങ്ങൾ നമ്മളൊരു വിശ്വാസമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിന് ഓപ്പോസിറ്റ് അതായത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് നല്ലപോലെ റിലേഷൻഷിപ്പ് കൊണ്ടുപോകണമെന്ന്, പക്ഷെ അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടായിട്ടുള്ള വിശ്വാസം അതിന് ഓപ്പോസിറ്റ് ആണെങ്കിൽ ഒരിക്കലും അത് നടക്കുന്നതല്ല. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ചെറിയ ആനക്കുട്ടി, ഈ ആനക്കുട്ടിയെ നമ്മൾ കൊണ്ടുപോയി നമ്മൾ ആദ്യമായിട്ട് കൊടുന്ന് ചങ്ങലക്കിട്ട് ഒരു മരത്തിലോ അല്ലെങ്കിൽ ഒരു വേരിലോ ചെറിയൊരു വേരിലൊക്കെ കെട്ടി, അതായത് ചങ്ങലക്കിട്ട് വെച്ചു എന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ചങ്ങലക്കിട്ട ആനക്കുട്ടി ഒരു കാരണവശാലും അടങ്ങിയിരിക്കില്ല. ഓടി എങ്ങനെയെങ്കിലും ഈ ചങ്ങലൊക്കെ പൊട്ടിക്കാനും ഈ വേര് പിഴുതെടുക്കാനൊക്കെ ശ്രമിക്കും. പക്ഷെ ഈ ആനക്കുട്ടി ആയതുകൊണ്ട് ഈ ആനക്കുട്ടിക്ക് ആ വേര് എടുക്കാനോ ഈ ചങ്ങല പൊട്ടിക്കാനോ കഴിയില്ല. അപ്പോൾ ഈ ആനക്കുട്ടിക്ക് എൻ്റെ ഉള്ളിലൊരു വിശ്വാസമുണ്ടാവും. എന്ത്? ഈ വേര് ഭയങ്കര ഉറപ്പാണ്, എന്ത് ചെയ്താലും ഈ വേരൊന്നും പറഞ്ഞു പോരൂല. ഇനി ഈ ചങ്ങല ഒരു കാരണവശാലും പൊട്ടൂല എന്നുള്ള വിശ്വാസം ഈ ആനക്കുട്ടിയിൽ ഉണ്ടായി. അപ്പോൾ അതിലൂടെ ഇനി ഈ ആനക്കുട്ടി എത്ര വലുതായാലും ഈ ആന ഇപ്പോൾ വലിയ ഒരു ആനയാണെങ്കിൽ പോലും ഈ ചങ്ങലല്ല, അതിനെക്കാട്ടിയും ആ മരം തന്നെ കുലുക്കി മറിച്ചിടാൻ പറ്റുന്ന ആന എന്തിനു ശ്രമിക്കില്ല, ഈ ചങ്ങല പൊട്ടിക്കാനോ ആ വേര് പിഴുതറിയാനോ ശ്രമിക്കില്ല. അപ്പോൾ ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആനയിലുണ്ടായ ഒരു വിശ്വാസമാണ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒരുപാട് വിശ്വാസങ്ങൾ ഇങ്ങനെ നമ്മൾ ആർജിച്ചെടുത്തിട്ടുണ്ടാവും. അതായത് പണത്തെക്കുറിച്ച്, ബിസിനസ്സിനെ കുറിച്ച്, ഫാമിലിയെക്കുറിച്ച്, ഇങ്ങനെ ഒരുപാട് വിശ്വാസങ്ങൾ നമ്മൾ ചെറുതാകുമ്പോൾ മുതൽ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബേസിലാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പണം, അതായത് ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, ഈ ജോലിയിൽ നിന്ന് എനിക്ക് കൃത്യമായിട്ട് സാലറി കിട്ടുന്നുണ്ട്. പക്ഷേ ഈ സാലറി കിട്ടുന്നത് ഓർമ്മയുള്ളൂ, ബാക്കി എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയുന്നില്ല. അതായത് കയ്യിലൊറ്റ പൈസ നിൽക്കുന്നില്ല. ഇനി അതേപോലെ ബിസിനസ് ചെയ്യേണ്ടത് നല്ല പ്രോഫിറ്റബിളൊക്കെയാണ്, അല്ലെങ്കിൽ നഷ്ടമാണ്, അല്ലെങ്കിൽ ഈ പ്രോഫിറ്റബിൾ ആണെങ്കിൽ ഈ പൈസ ഒക്കെ വരുന്നുണ്ട്, പക്ഷെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയുന്നില്ല. ഇനി ലോസ് ആണെങ്കിൽ ആ ലോസ് ആവാനുള്ള കാരണം എന്താ? നല്ല രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ടാവുക, പക്ഷെ ലോസാണ്. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ കാരണം മെൻ്റൽ ബ്ലോക്കാണ്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ചെറുതാകുമ്പോൾ നമ്മുടെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ, അത് അവർക്കും അറിയില്ല, അവരെ കുറ്റപ്പെടുത്തരുത്, അവർക്കും അറിയില്ല, അവർ ചെറുതാകുമ്പോൾ കേട്ട് വളർന്നാണ് അവരും ഇതേപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള വ്യക്തികൾ, ഇവരൊക്കെ പറയുന്നത് എന്തായിരിക്കും എന്ന് വെച്ചാൽ, പണം എന്ന് പറയുന്നത്, പണം കൂടുതലായ നമ്മളിൽ സമാധാനം ഉണ്ടായിരിക്കില്ല, ഈ പണം അത്ര നല്ലതല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മളോട് പറയുന്നതെങ്കിൽ നമ്മളിലൊരു വിശ്വാസം ഉണ്ടാവുകയാണ് പണത്തെക്കുറിച്ചിട്ട്, പണം നല്ലതല്ല എന്നുള്ള വിശ്വാസം. അപ്പോൾ നമ്മൾ ഇപ്പോൾ കോൺഷ്യസ്ലി നമുക്ക് പണം വേണമെന്ന് ആഗ്രഹിച്ചാലും സബ് കോൺഷ്യസ്ലി പണം നല്ലതല്ല എന്നുള്ളതായതുകൊണ്ട് നമ്മൾ
പണം എത്ര ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മളിലേക്ക് പണം വരുന്നുണ്ടെങ്കിലും വേറെ വേറെ ആവശ്യങ്ങൾക്കായിട്ട് ആ പണം പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ റിലേഷൻഷിപ്പാണെങ്കിലും റിലേഷൻഷിപ്പിൽ നമ്മൾ കണ്ടു വളർന്ന് വന്ന നമ്മുടെ അമ്മമാർ അല്ലെങ്കിൽ ഓരോ ചെറുതാം മുതൽ നമ്മൾ ഫിലിം ഒരുപാട് കണ്ടുവരുന്നു. അങ്ങനെ അതിൽ നിന്നൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു വിശ്വാസങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ കുടുംബജീവിതം എല്ലാം ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മാറ്റാൻ കഴിയുന്നതേ ഉള്ളൂ. നമ്മൾ ഒന്ന് വിചാരിച്ചാൽ നമുക്ക് എല്ലാം മാറ്റാൻ കഴിയും. അതാണ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്നൊക്കെ പറയുന്നത്. ഈ മൈൻഡ് റീപ്രോഗ്രാമിംഗ് ഒന്നും നമ്മൾ ക്യാഷ് കൊടുത്ത് പുറത്ത് പോയി ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ നമ്മുടെ സെൽഫായിട്ട് നമുക്ക് ഇരുന്ന് നമുക്ക് തന്നെ പറഞ്ഞ് നമ്മളെ മാറ്റാൻ കഴിയുന്നതാണ്. അപ്പോൾ എങ്ങനെ ഈ പണം നല്ലതല്ല എന്ന് ആണ് നമ്മൾ കേട്ട് വളർന്നെങ്കിൽ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് പണം നല്ലതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് നമ്മുടെ മനസ്സിന് അതൊന്ന് വിഷ്വലൈസേഷനും കൂടി കണ്ടാൽ നമുക്ക് ഈ മൈൻഡ് ബ്ലോക്കൊക്കെ തീർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്. ഇതൊക്കെ കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ എന്താ ഉയർച്ചയില്ലാത്തത്, നിങ്ങളുടെ ഫാമിലി ലൈഫ് എന്താ ഇത്ര ബോറായി പോയത്, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് എന്താ ഇങ്ങനെ പുരോഗമനം ഇല്ലാതെ അല്ലെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞ് പോകുന്നത്. ഇതൊക്കെ നിങ്ങൾ ഒന്ന് വ്യക്തമായിട്ട് ഇങ്ങനത്തെ വീഡിയോസൊക്കെ കണ്ട് നിങ്ങളുടെ മൈൻഡൊക്കെ റീപ്രോഗ്രാമിങ് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.